ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. അതെ, മൃദുലേക്ക് മറ്റേ ഇതിന്റെ ബേബി സംഭവങ്ങളൊക്കെ വാങ്ങാൻ നോക്കാനൊക്കെ വേണ്ടിട്ട് പോവാം. അപ്പോൾ ഗായ്സ് അത് കണക്കത്തെ കുറച്ച് സാധനങ്ങൾ നിങ്ങളൊക്കെ ഇപ്പോഴേ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കുന്നത് നോക്കി വെക്കണമല്ലോ ഗായ്സ്. നമുക്ക് എന്തൊക്കെ വാങ്ങണമെന്ന് അതുള്ളൊരു പ്ലാൻ. അപ്പോൾ അതിന്റെ ഷോപ്പിലോട്ട് ഒന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണിച്ചു തരാം. ആനാ തന്ത വൈബ്, നീ തന്ത വൈബ്. ഞാൻ പണ്ടേ എന്താ എവിടെയാണ് നമ്മളെ ട്രിവാൻഡ്രത്ത്. എത്ര ഡ്രസ് ഇട്ടാണ് മൃദുല ഇട്ട് നോക്കിയാണ് ഇപ്പോൾ? എനിക്ക് എണ്ണ ഇല്ല, കുറേ ഇട്ടു. കൊള്ളാട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതേ ഓരോന്നായിട്ട് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു. വിശപ്പുണ്ടോ? നല്ല രീതിയിൽ. ഇതാ അടുത്ത സെക്ഷൻ. നല്ല ആ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പല്ലേ, ആരും പറയത്തില്ല. കൊള്ളാണ്. സൂപ്പർ. ഇതിട്ടപ്പം വയറ് തോന്നിക്കുന്നുണ്ട് അമൃതത്തിലേക്ക്. നല്ല ആരുണ്ടല്ലോ, ആരുണ്ട്. എന്നാലും നോർമൽ ഡ്രസ്സ് ഇടുന്നതിനെക്കാട്ടി കുറച്ചുകൂടി തോന്നിക്കുന്നു. അവനാണ് സിബൊക്കെ ഉള്ള ടൈപ്പായിട്ട്. സിബൊക്കെ ഉള്ള ടൈപ്പാണ് എല്ലാത്തിനും ഉണ്ടല്ലേ. കുറേ ആയിട്ട് എത്ര ഇട്ടാണോ ഇപ്പോൾ? എണ്ണ ഇല്ലല്ലേ, കുറേ ഇട്ട് നോക്കിയില്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങട്ടെ ഗൈസ്. ഫുഡ് കഴിക്കാൻ പോകണം, വിശക്കുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളുടെ ഫുഡ് അടിച്ച് നമ്മളെവിടെ എത്തിയിരിക്കുന്നു വെച്ചോ? നമ്മളിത് ആരെ സിനിമയാണ് കാണാൻ പോകുന്നത്? ധനുഷിന്റെ രായൻ. കുറെ നാളായാലും ധനുഷിന്റെ ഒരു സിനിമ കണ്ടിട്ട്. ലാസ്റ്റ് കണ്ട പടം പറ. അസുരനല്ല, അസുരൻ കഴിഞ്ഞ് നമ്മൾ പടം കണ്ടു. ഞാൻ പറഞ്ഞു തരട്ടെ, മറ്റേ വെടിവെപ്പിന്റെ അതിന്റെ പേരെന്തായിരുന്നു? മില്ലർ ക്യാപ്റ്റൻ. സൂപ്പർ സിനിമ അല്ലായിരുന്നോ? അത് സൂപ്പർ. പക്ഷെ തമിഴ് മൂവീസ് ഒക്കെ നടന്മാരെല്ലാം ഭയങ്കര ഗ്യാപ്പ് ഇട്ടല്ലേ ഈ സിനിമ. ഒരു വർഷത്തിൽ ഒരു പടമൊക്കെ ഉള്ളൂ. വെള്ളമൊക്കെ കറക്റ്റ് കുടിക്കുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ നോക്കിട്ട് തീർത്ത കണക്കായി. ട്രഡീഷണലൊക്കെ മുണ്ടൊക്കെ എടുത്താണെന്ന് മാളി കറങ്ങാൻ വന്നിരിക്കുന്നത്. എന്തോ മുണ്ടിനോട് എന്താടാ ഇപ്പം സുഖം. പോപ്കോണൊക്കെ വാങ്ങി. ഇന്നത്തെ അന്നത്തെ പോലെ ഓടി മാറിയിട്ടൊന്നുമില്ല. ഓടി 8 ആണ് കേട്ടോ. ചീസും സോൾട്ടഡും മിക്സും. ഹേ ഗായ്സ്, അപ്പോൾ നമ്മള് ധനുഷിന്റെ രായൻ മൂവി കണ്ടതാണ്. ക്യാരക്ടറിന്റെ പേര് തന്നെ ഒരു അസുരൻ കണ്ട ഒരു ഫീല്. അസുരൻ എന്ന് പറയുമ്പോ നമുക്ക് കുറച്ചും കൂടി ഇമോഷണലി നമ്മൾ കണക്ട് ആവും ആ സ്റ്റോറി ആയിട്ട്. അത് ഓക്കെ, പക്ഷെ നീ സ്റ്റോറി രണ്ടും ഒരുമിച്ച് ശ്രദ്ധിച്ചു നോക്കുക. രണ്ട് സ്റ്റോറി ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഫാമിലിക്ക് വേണ്ടി രക്ഷകനായിട്ട് നിൽക്കുന്ന ഒരാള്. പടം എനിക്ക് അങ്ങനെ ആ ക്യാരക്ടർ അതുപോലെ പുള്ളി അത് മാത്രമല്ല കോസ്റ്റ്യൂം ഒരേപോലെ. അതിലും മുട്ട അടിച്ച് ഇങ്ങനെ മീശ ഇങ്ങനെ വെച്ച ഒരാള്, ഇതിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ. എഴുതിയതും ഡയറക്ട് ചെയ്തതും ധനുഷാണ്. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന അടുത്ത പടം ലെവൽ ക്രോസ് കണ്ടിട്ടില്ല. നമ്മളെ ജിത്തു ജോസഫിന്റെ മൂവിയാണ്. അപ്പം ആസിഫ് അലിയുടെ അതിനകത്ത് രായന് വേണ്ടി ഒരു BGM ഉണ്ട്. അത് ശ്രദ്ധിച്ചാ തുടക്കത്തില് രായ എന്നുള്ള പേരുള്ളവർക്ക് എല്ലാവർക്കും ഒരു എനിക്ക് അപ്പൊ അതാ തോന്നിയത്. എത്രയായാലും ആ തിയേറ്ററിൽ ഒരു രായരെങ്കിലും കാണും, അല്ലെങ്കിൽ ഈ പടം എന്തായാലും എത്രയോ രായന്മാര് കാണും. അപ്പൊ ആ രായന്മാർക്ക് എല്ലാവർക്കും റിംഗ് ടൂൺ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഒരു BGM ആ സിനിമയ്ക്കകത്തുണ്ട്. നാളെ മൃദുലയുടെ ചേച്ചി പോവുകയാണ്. നമ്മൾ ആൾറെഡി നിങ്ങൾ കണ്ടാണല്ലോ വീട്ടിൽ വന്നിട്ട്. അപ്പം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അന്ന് വന്നപ്പോൾ വാങ്ങിച്ചെടുക്കാൻ പറ്റും, ടോയ്സോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണം അല്ലേ ഇവിടെ അല്ലേ? ഇനി പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും വരത്തില്ലല്ലോ. പിന്നെ ഇനി മിക്കവാറും ഓണം അടുപ്പിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന. അതെ. നേരെ നമ്മൾ പുല്ലൂർ പോവാണ്. പുല്ലൂർ പോയിട്ട് മൂവിയും കണ്ടിട്ട് നമ്മളെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ മൃദുലയുടെ വീട്ടിലോട്ട് പോകും കേട്ടോ. മൃദുല ഇപ്പൊ ഫുൾ ടൈം തീറ്റ കേട്ടോ. കയ്യിലെന്തോടെ ഇരിക്കുന്നത്? ഞാൻ ലിപ്സ്റ്റിക്ക് പറ്റാ ആപ്പിൾ തിന്നു. ലിപ്സ്റ്റിക്ക് പറ്റിയതും ഇല്ല. പറ്റിയില്ല, ഇങ്ങനെ കടിക്കണം. നല്ലതാ. വെയിറ്റ് ഒക്കെ 2-3 ദിവസമായി കൂടി ഒരു ഇല്ലെങ്കിലും കൂടി കാണും. ഞാനേ ഒരു ഡൗട്ട് പോയി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞാൽ എൻ്റെ കുറെ നാളായിട്ടുള്ള ഡൗട്ടാണ്. ഞാൻ അതായത് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇമോജി ഇടത്തില്ലേ, സ്റ്റിക്കർ ഇടൂലേ ഇൻസ്റ്റയിലൊക്കെ, ഇത് ഹാർട്ട് അങ്ങനത്തെ വിക്ടറി, ഇതെന്തരാ കെഞ്ചുന്നതാ? കെഞ്ചുന്നതല്ല. എന്റെ വീടിന്റെ അടിയിൽ എന്തിനാ കമന്റ് ചെയ്യുന്ന കെഞ്ചുന്ന ഇങ്ങനെ ഇട്ടിട്ട് ഈ ഹാർട്ട് കൊടുക്കുന്ന എന്തിനാ? അപ്പൊ അത് എനിക്ക് മനസ്സിലായില്ല. അത് എന്ത് ഇതാണെന്ന് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടടാ. എന്റെ പൊന്നട ചെറുക്ക ഇങ്ങനെ ആക്കൂലേ നമ്മള്? അങ്ങനെ ആക്കും. നീ ഒന്ന് നിർത്തണേ, ഇവരുടെ ആക്കും. ചിലപ്പോ അങ്ങനെ അല്ലെങ്കിൽ രണ്ടാമെന്ന് വെച്ചാ അയ്യോ അപ്പ അങ്ങനെ ആക്കും. അതുകൊണ്ടായിരിക്കാം. ഓ അതാണോ? അതാണല്ലേ. എടാ ഇതവർക്ക് അവാർഡ് കിട്ടിയതാന്ന് തോന്നാട്ടാ. പറയേണ്ടിയാടാ, പറയേണ്ടി
എടാ പറങ്ങാണ്ടിയുടെ പടവടാ കണ്ടാ, പറങ്ങാണ്ടി കാണിക്കുന്നുണ്ടാ എപ്പോഴും. അപ്പം കൊച്ചിന് തുടക്കമേ അങ്ങനെയല്ലേ കാണിക്കുന്നത്. അവർ പറഞ്ഞാണ്ട് അപ്പം കൊച്ചിന് അമ്മയൊക്കെ പറഞ്ഞാണ്ട് ഇതല്ലേ ഫാക്ടറിയിലല്ലേ ജോലി ചെയ്യുന്നത്. ആ പ്രേമലു, ആ അതിൻ്റെ ആ ലോഗമാണ് വെച്ചേക്കണം കേട്ടോ. കടുവയിൽ നിന്ന് ഒരു 5-6 പ്ലേറ്റ്. അയ്യോ, നമ്മള് കടുവയുടെ ഒരു പ്രൊമോഷൻ ചെയ്തായിരുന്നു. ഇപ്പോഴൊന്നും അല്ലേ ചേട്ടാ, പണ്ട് പണ്ടൊരു റിലീസായ അത് കളിച്ചിട്ട് ഒരു ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ക്യാമ്പയിൻ അവർ തന്നെ എന്തോന്ന് അറിയാമോ? അതിൽ നമ്മൾ വിൻ ചെയ്ത് റീച്ച് കിട്ടി നമുക്കാ. അയ്യോ, അങ്ങനെ വലിയ സ്റ്റേജിലൊക്കെ വിളിച്ചു വരുത്തിയിട്ട് 4 പ്ലേറ്റ് കഴിച്ചു ഒരു ബോക്സിനകത്ത്. 4 പ്ലേറ്റ് നമ്മൾ മോശമാക്കി ഭയങ്കര ഒരു ഈ 4 പ്ലേറ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടി. അതുമല്ല, ഈ ക്യാമ്പയിൻ്റെ കാര്യം അവർ പറയുമ്പം സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട്, പൃഥ്വിരാജിന്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുറേ പേരെ കൊണ്ട് റീലൊക്കെ ചെയ്തത്. എന്നിട്ട് അവർ വിളിച്ചു വരുത്തി ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ കൊടുത്ത്. ഇതിപ്പം എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഓണപ്പരിപാടിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ പ്ലേറ്റ്. അത് വേറെ കാര്യം. പ്ലേറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ 3500 രൂപ മുടക്കി എറണാകുളത്ത് പോയി പ്ലേറ്റ് മേടിക്കാൻ. നോൾട്ടയുടെ പ്ലേറ്റ് കഷ്ടതല്ലായിരുന്നു. നമുക്ക് പ്ലേറ്റ് വേണ്ടായിരുന്നു, ഇതിനകത്ത് ഒരു ട്രോഫി വന്നാലും മതിയായിരുന്നു. സന്തോഷമായിരുന്നു സത്യം. ആ പറങ്ങാണ്ടിയുടെ പടം ഉണ്ടായാലും അത് വെറുത്ത് സാധനമാണ്. വീട്ടിൽ വെക്കുമ്പോൾ ഒരു മുതലാണ്. അതൊന്നുമില്ല, കുഞ്ഞു ട്രോഫിയിൽ മതിയായിരുന്നു പ്ലേറ്റ്. ഇപ്പൊ നമ്മളതിനകത്ത് ചോറ് തന്നെയല്ലോ, കടകയറ്റത്തിനൊക്കെ അതാ അതുപോലെ ആയിപ്പോയി. ഗൈസ്. അപ്പോൾ നമ്മൾ ലെവൽ ക്രോസ് മൂവി കാണാൻ വേണ്ടി കയറിയട്ടോ. നമ്മൾ ആദ്യമായിട്ടൊരു ഈ ഓടി കയറുന്ന കൊള്ളാം കേട്ടോ. അന്നൊരു അവിടെ ഇരുന്നപ്പോൾ ലെവൽ ക്രോസ് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? കൊച്ചു എന്നുള്ള പ്രേക്ഷകനെ സിനിമ ഉണർത്തിയോ? ഉണർത്തി, കുറച്ചൊക്കെ ഉണർത്തി. ഒരു ആവറേജ് മൂവി. താങ്കൾക്ക് ലാഗ് അടിച്ചായിരുന്നോ? ലാഗ് ഇടയ്ക്കൊക്കെ അടിച്ചായിരുന്നു. തമാശ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് പ്രതീക്ഷിക്കാത്ത കുറച്ച് കോമഡികൾ ഉണ്ടായിരുന്നു. ലാഗ് അടിച്ചോ? ലാഗ് ഉണ്ടായിരുന്നു, നല്ല ലാഗ് ഉണ്ടായിരുന്നു അത്യാവശ്യം. ഫസ്റ്റ് ഹാഫിലൊക്കെ എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിലാവുന്നു കുറച്ചുകൂടെ നല്ല ലാഗ് ഉണ്ടായിരുന്നു. ലാഗ് അടിച്ചാ? പിന്നെ അവരെന്തോ ചെയ്യുന്നേന്ന് അറിയാനൊരു ചില ഷോട്ടുകളൊക്കെ ഭയങ്കര ഇഴച്ചിലായിരുന്നു ആദ്യം. സീറ്റ് ഓഫ് ദ എഡ്ജ് സീറ്റ് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ അത്ര സസ്പെൻസ് പടമൊന്നും അല്ല. നമുക്ക് ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത ട്വിസ്റ്റാ. കൊള്ളാം. പെർഫോമൻസ് 3 ക്യാരക്ടറല്ലേ ഉള്ളൂ. ഇന്നത്തെ ആളും കുറവായില്ലേ, ക്യാരക്ടേഴ്സും കുറവാ, 3 പേരേ ഉള്ളൂ. ആസിഫലിയുടെ പെർഫോമൻസ് കിടിലം. ഇപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ ഷോപ്പിലൂടെ വാങ്ങാം കേട്ടോ. കുറച്ച് ടോയ്സും പിള്ളേർ സാധനങ്ങൾ കുറച്ച് വാങ്ങാനുണ്ട്. അപ്പം അടയ്ക്കുമെന്ന് തോന്നുമ്പോൾ 8:45 നമ്മൾ പടം കഴിച്ച് ലൈറ്റായി. ടോയ്സ് നമ്മൾ ആദ്യം ഒരു സെക്ഷൻ വേറെ ഭയങ്കര പവർ. ഒരു ദിവസത്തേക്ക് 100 നമ്മുടെ ഒരു ദിവസം ലുലുന്ന് വാങ്ങിച്ചതേ കൊടുത്തായിരുന്നു അവന്. ഒറ്റ ദിവസത്തേക്ക് ഉള്ളായിരുന്നു അവന്. അവൻ്റെ ഒരു ഇലക്ട്രോണിക്സ് വെച്ച് കളിക്കാനുള്ള പ്രായമായിട്ടില്ല കേസ്. അത് കിടിലം കേട്ടോ. തുറക്കൊക്കെ ചെയ്യട്ടോ. തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ. ഇത് കുത്തിയില്ല, കറക്കില്ല. ക്ലേ ഉണ്ടോ? ക്ലേ ഇപ്പൊ എടുക്കുന്നില്ല കേട്ടോ. കുട്ടികൾക്ക് സേഫ്റ്റി അല്ലെന്ന് ക്ലേ കണ്ട. അപ്പം ക്ലേ വെച്ച് കളിക്കല്ലേ പിള്ളേരെ. ഈ പാവല്ല വേണോ കേട്ടോ? ഇത് നല്ല രസം കാണാൻ. അനങ്ങുമല്ലേ? അത് വേണോ? മണ്ണിലൊക്കെ എന്തായാലും ഇതൊന്നും കളിക്കാത്ത വെച്ചാ കഷ്ടമില്ലേ? എന്നാ അവന്റെ പേനെ ബുക്ക് കാണാൻ വേണ്ടിട്ട്. അല്ലേ വേണ്ട, ആമയുണ്ട്, ആമ. ഇതാണ് നല്ലത്. ഇത് എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. ഇത് മതി. അതെന്താ ഭയങ്കര പറഞ്ഞ എടാ അധികം കുരങ്ങ. ഈ കുരങ്ങ കൊള്ളാം. അധികം എടാ ഇത് ഇതല്ലത്. എടാ ഇതോടെ ഇത് നിങ്ങൾ നോക്കുക, ഇതിലേത് കുരങ്ങാണ് നല്ലത്? അല്ല എന്റെ മുഖം മാറ്റിയേക്ക. ഈ രണ്ടിലും നോക്കുക. ഇതിന്റെ വാ നോക്ക്. കണ്ട ഇത് ബോഡി ഷേവിങ്. കൊരങ്ങനെ ബോഡി ഷേവ് ചെയ്യുന്നടാ അവള്. ഈ കൊരങ്ങനെ വെച്ച് ക്യൂട്ട്. നീ എന്നെ കണ്ണ് കണ്ടുവിടാ. എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതിലേതൊക്കെ കിട്ടാതെ. ഇതെടുത്താൽ സിംഹത്തിനുണ്ടായ കൊച്ചി ഇത് ഫിക്സ് ചെയ്യട്ടെ. രാവണന്റെ തലയുള്ള ഹൽക്ക്. അണ്ണാ ആ ഒരു സാധനം കൂടെ എടുത്തോണ്ടാ. എടാ വാവ എവിടെ പോയി? ഇത് നല്ലൊരു വാവയല്ലേ? പാല് വേണോ? നീ കൊടുത്തോ. ക്യൂട്ട്നെസ് കഴിഞ്ഞെങ്കിൽ അവിടെ പോയി. കൊള്ളാം കേട്ടാ. പെണ്ണിന് ഇതൊരെണ്ണം മാച്ചാല അതൊക്കെ അവന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറയുന്നത് ഉണ്ടാ അവിടെ ഉണ്ടാ നല്ലായിരിക്കും. ഇതുപോലത്തെ ഇങ്ങനത്തെ ബൈക്കുകളൊക്കെ ഉണ്ട് കേട്ടാ. ഇത് മറ്റേ ടയറും ഉണ്ടല്ലോ അപ്പുറം
ഒന്നെടുത്താൽ ഒരു ടയറില്ലാത്ത ബൈക്ക് ഉണ്ടോ? അല്ലടാ, അപ്പുറം വീടായിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. കൊള്ളല്ലടാ ഇത്. ഇത് ഇലക്ട്രിക്കലാണ്. പിന്നെ ഇലക്ട്രിക്കൽ അല്ലേ, ഇല്ല പെട്രോൾ. ആ സൗണ്ട് ഓഫ് ചെയ്യടാ. താക്കോലൊക്കെ ഉണ്ട് കണ്ടേ. കൊള്ളാട്ടോ അത്. ആന്തരടാ, ഈ പിള്ളേർ സാധനത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ, ഭയങ്കര വില കൈസ്. നമ്മൾ ഇച്ചിരി ഉള്ള 750 800 രൂപ വില, ഭയങ്കര വില കേട്ടോ. നമ്മളെ ഡ്രസ്സിനെക്കാട്ടി വില കൂടുതലാണ്. സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ, അതായിരിക്കും. തൂവൽ സ്പർശമൊക്കെ ഏൽക്കാതെ ആയിരിക്കും ഉണ്ടാക്കുന്നത് ചിലപ്പോൾ. അതെ ഗൈസ്, ഒരു കൊച്ചിനെ കണ്ടത് തൂക്കണം കുരുവിയാ. ഇത് എന്തരിത്, ഈ പിള്ളേരെ ജനിക്കുമ്പോഴേ ഇങ്ങനത്തെ ഫോട്ടോ എടുക്കുമല്ലേ ഈ തൂക്കിയൊക്കെ ഇട്ട്. ഇത് എന്തുവാ മക്കളെ ഇത്? ആ അതിനാണ് വേണ്ട എടാ, ഒരു കൊമ്പിനകത്താണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടാ. ഇത് എങ്ങനെ പൊട്ടി താഴെ പോയാ ഒറിജിനൽ പീകോക്ക് കിളിയുടെ പീകോക്കാണ്. ബില്ലടിക്കാൻ പോണു ഗൈസ്. കണക്കൊക്കെ തെറ്റി. അണ്ണാന്റെ കണക്ക് ഒരിക്കലും തെറ്റൂല. ഇതെല്ലാം കൊണ്ടുപോകണം, പിള്ളേരെ എടുക്കാൻ പറഞ്ഞണം. അയ്യോ, ആ മഴ തെറ്റലുണ്ടല്ലേ, അതാ നോക്കി ഇറങ്ങും. ഞാൻ കാറിങ്ങോട്ട് എടുത്തോണ്ട് വരണോ? മഴ കേട്ടോ, നമ്മൾ നേരെ തെമ്മലയിലോട്ട് യാത്ര. രാത്രി ഒടുക്കത്തെ മഴ കൈസ്, ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടാ. എടാ പോയിട്ട് വാ, ഊരി പിന്നെ നിക്കറൊക്കെ ഊരി. തിരിയിങ്ങോട്ട്. ഇത് കാത് കുത്തിയിട്ടുണ്ടല്ലേ, ചെറിയൊരു കമ്മലുണ്ട്. ഞാൻ ഫുള്ള് വണ്ടിക്കകത്ത. ഇതാ ഇഷ്ടപ്പെട്ടു കേട്ടോ കൂടുതലും. അടിപൊളി ചെരുപ്പ് ചെരുപ്പ് സൂപ്പർ കേട്ടാ. ഷൂ ഒക്കെ ഉണ്ട്. എന്റെ ഇതളക്കുന്നു. അടിപൊളിയാണ്, സൂപ്പർ. പക്ഷെ ഗുണം മാത്രം റെഡിയല്ല. മൂടി ശരിയല്ല കേട്ടാ. ആ സൂപ്പർ, അടിപൊളി, കറക്റ്റ്. ശരി, ഏവന്റ് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? തറ ഇറക്കിയ നടക്കോ? ഇപ്പൊ നമ്മളിത് ഉറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. കൊച്ചുതേ എഡിറ്റിങ്ങിലാണ്. മൃദുലതേ നൈറ്റി. മൃദുലതേ അവിടെ ഉറങ്ങി. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നീ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിച്ചുറങ്ങാം. താഴെ നമ്മൾ പിള്ളേർ ഇവിടെ കയറി വന്ന് താഴെ കരച്ചിലായിട്ടോ. നമ്മളിഞ്ഞ് മേല് കയറി വന്നപ്പോൾ ഞാനും മുതലേ താഴോട്ട് വന്ന് കൊച്ചു തരുന്ന വർക്ക് ചെയ്യുന്നു. നൈറ്റ് ഇട്ടപ്പോൾ ഒരു അമ്മച്ചി ലുക്ക് തന്നെ കേട്ടോ നീ. അല്ലെങ്കിൽ അമ്മച്ചിയാ. ഇറങ്ങിയ ഗൈസ്, പോവാണ്. എന്നാ വരുന്നതിന്? ഓണത്തിന്. അപ്പൊ എവളെ ഇത് വരത്തില്ലേ? ആ അതൊക്കെ മറന്നടി എന്നാ, മറന്ന്. ടാറ്റ. അപ്പൊ നമ്മളിത് വീട്ടിലോട്ട് ഇനി പോകാനോട്ടോ. ഇന്ന് പരിപാടിയൊന്നും ഇല്ല. എന്തായാലും ഭയങ്കര ഹാപ്പി പിള്ളേർക്കൊക്കെ ഇല്ലേ. നല്ല സൂപ്പർ ആയിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. രാവിലെ നല്ല ഇഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കഴിച്ചു. അപ്പൊ നമ്മളിത് വീട്ടിലങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായിട്ടുണ്ട്. അപ്പൊ അത് ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു സുഹൃത്തുക്കളെ. ഇനി മൃഗങ്ങളുടെ ചേച്ചിയൊക്കെ പോയി. ഇനി ഇവളിനി 7 മന്തിലെ മറ്റേ നമ്മളെ സെർമണി അതിനെന്താ പേര്, വളകാപ്പിലാണ് എല്ലാരും. വളയിട്ടിട്ട് വീട്ടിൽ പോവില്ലേ? പിന്നെ എന്നിട്ട് പ്രസവം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. പ്രസവം കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് കഴിഞ്ഞ് വരത്തുള്ളൂ. അങ്ങനെ അവളെ വിറ്റേന്ന് വരും. അപ്പൊ എന്താ കണ്ടൂടാ. അപ്പം ഹാപ്പിയുടെ ബ്ലോഗർ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഹോപ്പി ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലുള്ള റെഡി കാണുന്നവരെ കാണിക്കുന്ന എടാ നാണന്മാരുണ്ടാടാ.